നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ഇന്ന് ഏവൻഗേലിയനായി വായിച്ചതായ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 21. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. അല്പസമയം മൗനമായി ഇരുന്ന് ഈ തിരുവചന കേൾവിക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ, ശക്തീകരിക്കണമേ എന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ക്രൈസ്റ്റ് ഇൻവിറ്റേഷൻ ടു ബി ആൻ എക്സ്പ്രഷൻ ഓഫ് മിഷൻ. ക്രിസ്തുവിൻ്റെ ദൗത്യം ആവിഷ്കരിക്കുവാനായിട്ടുള്ളതായ ക്ഷണം, ഇതാണ് സഭയായി ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നത്. ക്ഷണം, ഇൻവിറ്റേഷൻ, വളരെ പരിചിതമായ ഒരു പദപ്രയോഗമാണ്, വളരെ പരിചിതമായ ഒരു എക്സ്പീരിയൻസ് ആണ്. എത്രയെത്ര ഇൻവിറ്റേഷൻസ് ലഭിച്ചിട്ടുള്ളവരാണ് നമ്മൾ, എത്രയെത്ര ഇൻവിറ്റേഷൻസ് നൽകിയിട്ടുള്ളവരാണ് നമ്മൾ. ആയതിനാൽ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇൻവൈറ്റീസ് വേണ്ട വിധത്തിൽ അതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല എങ്കിൽ ഇതിനു മുൻപ് നമുക്ക് തോന്നിയിട്ടുള്ളതായ വികാരം എന്താണ് എന്ന് ഒരു നിമിഷം നിങ്ങൾക്ക് ഓർക്കാവുന്നത്രേ. ഇനിയോ നമ്മൾ ആരുടെ ഇൻവിറ്റേഷനാണ് കൂടുതൽ ഗൗരവമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതും ചിന്തിക്കാവുന്നതത്രേ. അപ്പോൾ ഇൻവിറ്റേഷൻ ലഭിക്കുമ്പോൾ ഇത് ആര് നൽകിയെന്നും ഏത് സാഹചര്യത്തിൽ നൽകി എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ക്രൈസ്തവ വിശ്വാസികൾ എന്നുള്ളതായ നിലയിൽ ഞാനും നിങ്ങളും ഒരുമിച്ചായിരിക്കുമ്പോൾ ഇതൊരു വലിയ ക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളിവിടെ ആയിരിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ക്ഷണിച്ചിരിക്കുന്നത് കേവലം ചില ആളുകളല്ല. ഇന്ന് ഈ ആരാധനയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചത് കർത്താവാണ്. ഈ തിരുമേശയിലേക്ക് ക്ഷണിക്കുന്നതും ഇവിടെ കാർമ്മികത്വം വഹിക്കുന്നതായ പട്ടക്കാരല്ല, പിന്നെയോ ഇതിൻ്റെ നാഥനായ ക്രിസ്തുവാണ്. ആയതിനാൽ ഈ ഇൻവിറ്റേഷനെ വേണ്ട വിധത്തിൽ ഗൗരവമായിട്ട് കാണുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയണം എന്നുള്ളത് താല്പര്യപൂർവ്വം ഓർപ്പിക്കുക. മിഷൻ, ദൗത്യം എന്നുള്ളതായ പദവും ഇതുപോലെ തന്നെ വളരെ പരിചിതമാണ്. മിഷൻ ഫീൽഡാണ് അതിൽ കൂടുതൽ നമുക്ക് പരിചിതം. ഏതാണ് മിഷൻ ഫീൽഡ്? എവിടെയാണ് മിഷൻ ഫീൽഡ്? ആരാണ് മിഷനറി? എന്താണ് മിഷൻ? ഇതെല്ലാം നമുക്കറിയാം. എന്നാൽ ഞാൻ പറയട്ടെ, മിഷൻ ഫീൽഡ്, മിഷനറി എന്നുള്ളതായ വാക്കുകൾക്കൊക്കെ ഒരല്പം കൂടി വ്യത്യസ്തമായ ചിന്തയും ആവശ്യമാണ്. ഹൊസ്കോട്ടയിലും ദേവനഹള്ളിയിലും ശിവനാപുരത്തും ചിക്കബല്ലാപുരം ദേവനഹള്ളിയിലും ഒന്നും നടക്കുന്നത് മാത്രമല്ല മിഷൻ. അതുമാത്രമല്ല മിഷൻ ഫീൽഡ്. നമ്മുടെ ഇടവക ഒരു മിഷൻ ഫീൽഡാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതായ നമ്മുടെ കുടുംബങ്ങൾ ഒരു മിഷൻ ഫീൽഡാണ്. ഞാനും നിങ്ങളും ഈ സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി തീർന്നെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. നമ്മൾ മിഷനും മിഷൻ ഫീൽഡും പറയുമ്പോൾ വേറെ എവിടെയോ നടക്കുന്നതായ ചില കാര്യങ്ങളെ പറ്റിയാണ് ഓർക്കുക. കുറച്ചുകൂടി മെച്ചമായ ഒരു അനുഭവത്തിലേക്കായി തീരുവാനായിട്ടുള്ളതായ അനുഭവം എന്നുള്ളതായ നിലയിലാണ് ഈ ദേവാലയം ഒരു മിഷൻ ഫീൽഡാണ് എന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ തിരുവചന ശുശ്രൂഷ ഒരു സുവിശേഷീകരണ യോഗത്തിൻ്റെ ഭാഗമായി കേൾക്കുന്നതായ ദൈവവചനത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ, എങ്ങനെയാണ് കർത്താവ് നമ്മെ ക്ഷണിച്ചിരിക്കുന്നതായ ഈ ദൗത്യം ആവിഷ്കരിക്കുവാൻ, റിയലൈസ് ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത് എന്ന്
നോക്കാം. സോ ഹൗ വി ക്യാൻ റിയലൈസ് ദിസ് മിഷൻ? എങ്ങനെയാണിത് ആവിഷ്കരിക്കാനായിട്ട് പോകുന്നത്? എങ്ങനെയാണിത് ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണിത് സാധ്യമായി തീരുവാൻ പോകുന്നത്? വായിച്ചു കേട്ടതായ വേദ ഭാഗത്തു നിന്ന് ചില ചിന്തകൾ. ഒന്ന്, കർത്താവിൽ നിന്നും അകന്നവർ കർത്താവിൽ ആകുന്നവരായി തീരുക. കർത്താവിൽ നിന്ന് അകന്നവർ കർത്താവിൽ ആകുന്നവരായി തീരുക, ആയിത്തീരുക. സോ ടു ബി ഇൻ ക്രൈസ്റ്റ് rather than distancing ourselves from Christ. ക്രിസ്തുവിൽ നിന്ന് അകന്നു മാറി നിൽക്കുന്നതായ സമൂഹം ക്രിസ്തുവിൽ ആകുക. ഇതാണ് ദൗത്യം ആവിഷ്കരിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും ഒരു സമാപ്തിയായി തീരും, അവസാനിച്ചു എന്ന് കരുതിയതായ അന്നത്തെ മത മേലധ്യക്ഷന്മാരോ റോമ സാമ്രാജ്യത്തിൻ്റെ ഉന്നത അധികാരികളോ അവരെ പോലെ തന്നെ പാവപ്പെട്ട ഒരു പറ്റം ശിഷ്യന്മാരും ചിന്തിച്ചു, ഇനിയും ഒന്നും സാധ്യമല്ല. സോ അവർ എന്തുകൊണ്ടോ കർത്താവിൽ നിന്ന് അകന്നു പോകുവാനായിട്ടിടയായി തീർന്നു. പല കാരണങ്ങളുണ്ടതിന്. സംശയമുണ്ട്, ഭയമുണ്ട്, ആകുല ചിന്തയുണ്ട്. ഇതൊക്കെയും ഇവരെ കർത്താവിൽ നിന്ന് അകറ്റുവാനായിട്ടിടയാക്കി തീർത്തു. നിങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്നതായ ചോദ്യവും, ഞാനും നിങ്ങളും കർത്താവിൽ നിന്ന് അകന്നു കഴിയുന്നവരാണോ അതോ കർത്താവിൽ തന്നെ ആയിത്തീരുകയാണോ ചെയ്യുക? കർത്താവിൽ നിന്ന് അകന്ന് കഴിയുകയാണോ കർത്താവിൽ തന്നെ ആയിത്തീരുകയാണോ നമ്മൾ ചെയ്യുക? പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ചില ദൗത്യങ്ങളുണ്ട്. അത് നമ്മുടെ കൊച്ചു കുടുംബങ്ങളിൽ സാധ്യമായി തീരേണ്ടതായിട്ടുണ്ട്. അതിന് ഓർക്കുക, ഞാനും നിങ്ങളും ക്രിസ്തുവിൽ നിന്ന് അകന്നു നിന്നാൽ സാധ്യമല്ല. ക്രിസ്തുവിൽ തന്നെ ആയിത്തീരുവാനായിട്ട് ഇടയായി തീരണം എന്നുള്ളത് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. ഫ്രെഡറിക് നീറ്റ്ഷെ ഒരു ജർമ്മൻ ഫിലോസഫറാണ്. അദ്ദേഹം ഇപ്രകാരം പറയുന്നു: എ സ്ട്രോങ് ആൻഡ് വെൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് മാൻ ഡൈജസ്റ്റ് ഹിസ് എക്സ്പീരിയൻസസ് just as he digests his food, even when he has some tough morsels to swallow. ചില വലിയ ഉരുളകൾ ഉണ്ടായിരുന്നാൽ പോലും ഒരു മനുഷ്യൻ എങ്ങനെ തൻ്റെ ആഹാര പദാർത്ഥത്തെ ഡൈജസ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു, ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും കണ്ടെത്തിയിട്ടുള്ളതായ ചില അനുഭവങ്ങളിലേക്ക് ഞാനും നിങ്ങളും ആയിത്തീരേണ്ടെന്ന്. ഇത് ഡൈജസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും കർത്താവിൽ ആയിത്തീരുവാനായിട്ട് കഴിയത്തുള്ളൂ. കർത്താവ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടിയാണ് ഇതൊക്കെയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. കർത്താവിൻ്റെ ശിഷ്യന്മാർ കൂടെ പാർത്തു, കൂടെ സഞ്ചരിച്ചു, കൂടെ നടന്ന് കാര്യങ്ങൾ കേട്ടു, അനുഭവിച്ചു. ബട്ട് സ്റ്റിൽ അവർക്കെല്ലാം ഡൈജസ്റ്റ് ചെയ്യുവാനായിട്ട്, വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാനായിട്ട്, ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാതെ പോയി. ഇന്ന് ഞാനും നിങ്ങളും അത്തരത്തിലായി തീർന്നാൽ ഓർക്കുക, ഈ മിഷൻ സാക്ഷാത്കരിക്കപ്പെടത്തില്ല. ഈ മിഷൻ ഫുൾഫിൽ ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും കർത്താവിൽ ആയി തീർന്നെങ്കിൽ മാത്രമേ കഴിയൂ. 2, ദൈവിക ദർശനത്തിൽ മങ്ങലേറ്റതായ അല്ലെങ്കിൽ ചഞ്ചലമായി ജ്വലിക്കുന്നതായ ആളുകൾ ശക്തമായി ജ്വലിക്കുന്നവരായി തീരണം. സോ instead of just flickering, we have to burn. ശക്തമായി ബാൺ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. ഫ്ലിക്കർ ചെയ്താൽ പോരാ. ദൈവം നൽകിയിരിക്കുന്നതായ ദർശനങ്ങൾ ഇന്ന് ഒരു പുകമറ പോലെ മങ്ങലേറ്റിരിക്കുക. നമ്മൾ ഇതൊക്കെ എവിടെയൊക്കെയോ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. ബട്ട് സ്റ്റിൽ we are not very much sure about that. കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അല്ലെങ്കിൽ ഫ്ലിക്കർ ചെയ്യാം. കെട്ടുപോകാവുന്നതായ സാഹചര്യത്തിൽ മിന്നി 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 കത്തുക. കെടുമോ? ഇല്ല, വീണ്ടും ജീവനുണ്ട്. പക്ഷേ ശരിക്കും കത്തി ജ്വലിക്കുവാനായിട്ട് പറ്റുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്നതായ ആളുകൾക്ക് ഈ മിഷൻ സാക്ഷാത്കരിക്കുവാനായിട്ട് കഴിയത്തില്ല. കർത്താവായ യേശു ക്രിസ്തു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം
പ്രത്യക്ഷമായി വളരെ സന്തോഷം വിതച്ച് ഈ ശിഷ്യഗണത്തെ വളരെ സ്ഥിരമായി നിൽക്കത്തക്കതായ വിധത്തിലാക്കി തീർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓർക്കുക, അവരുടെ ഫ്ലിക്കറിംഗ് ആയിട്ടുള്ളതായ ചില വിഷനെ ഒന്ന് ബേൺ ചെയ്യുവാനായിട്ട് ശക്തീകരിക്കുകയായിരുന്നു. ഇന്ന് എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയതായ ചില ദർശനങ്ങൾ ഇപ്രകാരമാണ്. ഇത് വേണ്ട വിധത്തിൽ ആളി കത്തിക്കുവാൻ, കത്തി ജ്വലിപ്പിക്കുവാൻ നമുക്ക് കഴിയാതെ പോകും. അതുകൊണ്ട് വല്ലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, വല്ലപ്പോഴും ദൈവത്തെ ഓർക്കും, വല്ലപ്പോഴും ആരാധിക്കും, അല്ലെങ്കിൽ വല്ലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ വേണ്ട വിധത്തിൽ ചെല്ലുവാനിടയായിത്തീരും. കത്തി ജ്വലിക്കുന്നതായ അനുഭവത്തിൽ എല്ലായ്പ്പോഴും കർത്താവിന് വേണ്ടി എരിഞ്ഞ് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയാതെ പോകുന്നു. പ്രിയമുള്ളവരെ, ഈ ദർശനത്തെ ഞാനും നിങ്ങളും ഇന്ന് എത്തരത്തിലാണ് കണ്ടിട്ടുള്ളത്, കാണുവാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് ആത്മാർത്ഥമായി ചിന്തിക്കപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. ഹെലൻ കെല്ലറിനെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. തൻ്റെ എല്ലാവിധമായ വൈകല്യത്തെയും പൊറുതി തോൽപ്പിച്ച് ജീവിച്ചതായ ഒരു സ്ത്രീയാണ് ഹെലൻ കെല്ലർ. അവർ പറയുന്നതായ വാക്കുകൾ ഇപ്രകാരമാണ്: ദ മോസ്റ്റ് pathetic person in the world is someone who has sight but has no vision. ദർശനമില്ലാതെ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പാതറ്റിക് ആയിട്ടുള്ളതായ കണ്ടീഷൻ. എനിക്ക് നിങ്ങൾക്കും ദർശനമുണ്ട്, എന്നാൽ അത് കത്തി ജ്വലിപ്പിക്കുവാൻ, അത് ബേൺ ചെയ്യുവാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകും. എന്തോ വിഷൻ കർത്താവ് എനിക്ക് നിങ്ങൾക്കും തന്നിട്ടുള്ളതായ ഉത്തരവാദിത്തങ്ങൾ, കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുന്നതായ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഞാൻ എൻ്റെ കുടുംബത്തിൽ എന്തായിരിക്കണം, ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ എങ്ങനെ ആയിരിക്കണം, ഞാൻ ആരാധിക്കുന്നതായ സമൂഹത്തിൽ എപ്രകാരമായിരിക്കണം, ഇതൊക്കെ ഈ വിഷന്റെ ഭാഗമായിട്ട് നെയ്തെടുക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. വീണ്ടും മൂന്നാമത്, കർത്താവിൻ്റെ പ്രവൃത്തികളിൽ തളർന്നവർ കർത്തൃ പ്രവർത്തനങ്ങളിൽ തളിർക്കുന്നവരായി തീരണം. തളർന്നു പോയവർ തളിർക്കുവാനായിട്ട് ഇടയായി തീരണം. ഈ ശിഷ്യഗണം കർത്താവിനോടൊപ്പം സഞ്ചരിച്ചു. അവർ തഴച്ചു വളരുന്നതായിട്ട് ലോകം കണ്ടു. പക്ഷേ ഞൊടി നേരം കൊണ്ട് ഇതെല്ലാം തളർന്നു പോകത്തക്കതായ വിധത്തിലായി തീർന്നു. അത്രമാത്രം ഡിസപ്പോയിന്റഡ് ആയി തീർന്നു അവരുടെ ജീവിതാനുഭവം. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ചില ചെറിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഡിസപ്പോയിന്റഡ് ആയി തീരും. ഡിസപ്പോയിൻമെന്റ് ആസ് സച്ച് ഒരു വലിയ പാപമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ അതിനെ ചില മണിക്കൂറുകൾ കൊണ്ടോ ചില ദിവസങ്ങൾ കൊണ്ടോ എനിക്ക് നിങ്ങൾക്കും അത് ഓവർകം ചെയ്യുവാനായിട്ട് കഴിയും എന്നാണ് എൻ്റെ വിചാരം. അല്ലാതെ എന്തുമേതും എപ്പോഴും കേട്ടാൽ ഒരുപോലെ നിൽക്കുവാനായിട്ട് ഒരു മനുഷ്യന് കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. എനിക്ക് അത്രത്തോളം കഴിഞ്ഞിട്ടില്ല. കഴിയാത്ത കാര്യം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കഥയുമില്ലല്ലോ. എന്നാൽ ഇതിനെ നമ്മൾ ഓവർകം ചെയ്യും. ചില മണിക്കൂറുകൾ കൊണ്ട്, ചില മിനിറ്റുകൾ കൊണ്ട്, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ കൊണ്ട് നിശ്ചയമായും ഓവർകം ചെയ്യുവാനായിട്ടിടയായിത്തീരും. തളർന്നു പോയിരിക്കുക, കരിഞ്ഞു വാടിപ്പോയിരിക്കുക, ഇതിനകത്ത് ചില തളിർപ്പുകൾ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് കഴിയുമോ? സോ വി ആർ ടോട്ടലി എക്സോസ്റ്റഡ് ഇൻ ദിസ് ക്രൈസ്റ്റിക് ആക്ടിവിറ്റീസ്, ബട്ട് വി ഹാവ് ടു സ്പ്രൗട്ട് ourselves. എക്സോസ്റ്റിംഗ് ആയിട്ടുള്ളതായ അനുഭവത്തിൽ നിന്ന് സ്പ്രൗട്ടിംഗ് ആയിട്ടുള്ളതായ അനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ മിഷൻ സാക്ഷാത്കരിക്കപ്പെടത്തുള്ളൂ. കഴിഞ്ഞു പോയിക്കോട്ടെ ചില മിനിറ്റുകൾ, ചില മണിക്കൂറുകൾ, പക്ഷേ അടുത്ത ദിവസം നോക്കുമ്പോൾ ചില തളിർപ്പുകൾ ഈ മിഷന്റെ അനുഭവത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരണം. അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവർത്തന അനുഭവങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. APJ അബ്ദുൽ കലാമിന്റെ വാക്കുകൾ വളരെ എൻകറേജിങ് ആണ്. അദ്ദേഹം ഒരിക്കലും പ്രകാരം പറഞ്ഞു, ടു സക്സീഡ് ഇൻ യുവർ മിഷൻ യു മസ്റ്റ് ഹാവ് സിംഗിൾ മൈൻഡഡ് വിഷൻ ടു യുവർ ഗോഡ്. നിങ്ങളുടെ ദൗത്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാനായിട്ടുള്ളത് നിങ്ങൾക്കൊരു ഏക മനസ്സിന്റെ അനുഭവത്തിൽ നിലനിൽക്കുമ്പോഴാണ്. കർത്താവിൻ്റെ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് നിങ്ങൾക്കും ഒരു ഏക മനസ്സിന്റെ അനുഭവം. ഡീട്രിച്ച് ബോൺഹോഫർ കർത്താവിനെ വിശേഷിപ്പിച്ചത് എ മാൻ ഫോർ അതേഴ്സ് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായ മനുഷ്യൻ, സ്വന്തമായിട്ട് ഒന്നും ഇല്ല.
ഇന്ന് എല്ലാം സെല്ലാണ്, സെൽഫാണ്, സെൽഫിയാണ്, എല്ലാം സെൽഫിഷാണ്. ഇവിടെ മറ്റുള്ളവരിലേക്ക് എന്ന് പറയുന്നതായ കാഴ്ചപ്പാട് വളരെ ഭീകരമാണ്, വളരെ വ്യത്യസ്തമാണ്, വളരെ പ്രയാസമേറിയതാണ്. എന്നാൽ കർത്താവ് പഠിപ്പിക്കുന്നു, ഈ മിഷൻ റിയലൈസ് ചെയ്യുവാനായിട്ട് വേറെ വഴിയില്ല. 3 കാര്യങ്ങളാണ് ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചത്. പ്രിയമുള്ളവരെ, കർത്താവ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നതായ ഈ ദൗത്യം ആവിഷ്കരിക്കുവാൻ, സാക്ഷാത്കരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ഇതിനു വേണ്ടിയുള്ളതായ വളരെ നല്ല ഒരു ഇൻവിറ്റേഷൻ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയാതെ നിങ്ങളെ അയച്ചിരിക്കുക. അതിനകത്ത് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. വി ഹാവ് ടു. ഇത് സാധ്യമായി തീരുവാൻ 3 കാര്യങ്ങൾ പറഞ്ഞു. കർത്താവിൽ നിന്ന് അകന്നതായ അനുഭവങ്ങളിൽ നിന്ന് ആകുന്ന അനുഭവങ്ങളിലേക്ക് ചെല്ലുവാനായിട്ട്, ഡിസ്റ്റൻസ് ചെയ്ത് നിൽക്കാതെ, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ, കർത്താവിൽ ടു ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ആയിത്തീരുന്ന, ആകുന്ന അനുഭവമായി തീരുക. രണ്ടാമത് പറഞ്ഞത്, ദൈവിക ദർശനത്തിൽ മങ്ങലേറ്റിരിക്കുന്നതായ, കെട്ടുപോകാവുന്ന, മിന്നി മിന്നി തിളങ്ങുന്നതായ അനുഭവത്തിലല്ല, പിന്നെയോ ആളിക്കത്തുന്നതായ അനുഭവത്തിൽ നിൽക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലിക്കറിങ്, വി മസ്റ്റ് ബി ബേണിംഗ്, 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 ബേണിംഗ്. ഈ ദർശനത്തെ കത്തി ജ്വലിപ്പിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും കഴിയുമോ, കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവ് ഏൽപ്പിച്ചതായ ഒരു ദൗത്യം അതിങ്ങനെ മിന്നി മിന്നി കത്തുന്നത് പോലെയല്ല, ജ്വലിപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിയുമോ? മൂന്നാമത് പറഞ്ഞതായ കാര്യം, കർത്താവിൻ്റെ പ്രവൃത്തിയിൽ തളർന്നു പോയതായ ഞാനും നിങ്ങളും തളിർക്കുവാനായിട്ട് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മളെല്ലാം ചില നേരം തളർന്നു പോയവരാ, കരിഞ്ഞു പോയവരാ. എന്നാൽ ചില തളിർപ്പുകൾക്കുള്ളതായ സാധ്യത നമ്മളിലുണ്ട് എന്ന് പറയുവാൻ ഇങ്ങനെയാണ് കർത്താവിൻ്റെ മിഷൻ സാധ്യമായി തീരുന്നത്. ഒരു പക്ഷേ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം വളരെ വ്യത്യസ്തമാണ്, വളരെ വിശാലമാണ്. നമ്മളായിരിക്കുന്ന മേഖലയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ദേഹവനഹളിയിലും ശിവനാപുരത്തും ഹൊസ്കോട്ടയിലുമല്ല, അവിടെയും നടക്കട്ടെ. ആദ്യം നമ്മളിൽ ഇത് സാധ്യമായി തീരുവാനായിട്ടിടയായിത്തരാം. അതിന് ഈ കാര്യങ്ങൾ ദൈവം തമ്പുരാൻ ഇതിൻ്റെ ആവിഷ്കാരത്തിന് വേണ്ടി നമ്മളെ അതിന് ആത്മാർത്ഥമായി ക്ഷണിക്കുമ്പോൾ വളരെ ഗൗരവമായിട്ട് അതിനെ കാണാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. എന്നതിനെ കുറിച്ച് ചില ഉൾക്കാഴ്ച